ഫോട്ടോ എടുത്തിയ അയ്യോ ടാറ്റ ഓടിച്ചോ ഫ്ലൈങ് കിസ് കൊടുത്തേ ഇങ്ങനെ ഏങ്ങലടിക്കാതെ ഹലോ ഹെൽപ്പ് ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ആങ്ങളെയും പെങ്ങളൂടെ ഇന്ന് ബീഫ് അച്ചാർ ഇടേണ്ട ദിവസമായിരുന്നു കേട്ടോ. ബീഫും മീനും ഒക്കെ അച്ചാർ ഇടുന്ന ദിവസം ഇവർക്ക് കുശാലാണ്. തിന്നു ക്ഷീണിച്ച് രണ്ടുപേരൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. എനിക്കത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം തോന്നി. കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചു. ഇപ്പൊ കുറേ നാളുകളായിട്ട് പല അച്ചാറുകളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പെൻഡിങ്ങിൽ വെച്ച കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം സ്റ്റോക്ക് ആയിട്ടുണ്ട്. കാന്താരി അച്ചാർ ധാരാളം പേര് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. അത് മാത്രമല്ല കാന്താരി ഇട്ടിട്ടുള്ള വെറൈറ്റി അച്ചാറുകളും ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം പലർക്കും മുളക് പൊടി യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടേ. അങ്ങനെയുള്ളവരാണ് ഈ കാന്താരി ഇട്ട അച്ചാറുകൾ ചോദിക്കുന്നത്. ഈ കാന്താരി യാതൊരു വിഷങ്ങളും അടിക്കാത്ത നമ്മുടെ അടുത്ത വീടുകളിലെ പറമ്പിൽ വളർന്നു വരുന്ന പറമ്പുകളിൽ നിന്നും പറിച്ചെടുത്ത് അവരുടെ കയ്യിൽ നിന്നും നമ്മൾ വിലക്കെടുത്തതാണ് കേട്ടോ. ധാരാളം പേര് വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു 2 ബോട്ടിലോളം എൻ്റെത് തീർന്നു. ഇനി 1 ബോട്ടിൽ കൂടിയേ ഉള്ളൂ. ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പലരും ചോദിച്ച ഒരു സംഭവമായിരുന്നു വെളുത്തുള്ളി കാന്താരി വെള്ളക്കിട്ടത്. പലർക്കും മുളക് പൊടി യൂസ് ചെയ്യാൻ പറ്റാത്തവരാണ് ഈ കാന്താരിയുടെ അച്ചാറുകൾ ചോദിക്കുന്നതേ. അപ്പൊ അതും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോ ഇതിന്റെ അഡിക്റ്റ് ആണ് കേട്ടോ. ഒരു സമയത്ത് നെല്ലിക്ക പെരട്ടായിരുന്നു ഞാൻ സ്ഥിരം. ചില സമയത്ത് മാങ്ങ അച്ചാർ. ഇപ്പം ഇതാണ് സ്ഥിരം. ഉച്ചയ്ക്ക് ചോറുണ്ടണമെന്നുണ്ടെങ്കിൽ ഓരോ ഉരുളയുടെയും കൂടെ ഒരു വെളുത്തുള്ളി വെക്കും, കഴിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. പിന്നീട് ഞാൻ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഏറ്റവും കൂടുതൽ പൊക്കോണ്ടിരുന്നതാണ് വെളുത്തുള്ളി നാരങ്ങ. ഭയങ്കരമായിട്ട് സെയിലാവുന്ന ഒരു സംഭവമാണ്. കാരണം അന്നൊന്നും ഈ കാന്താരിയും അതുപോലെ കാന്താരി വെളുത്തുള്ളി ഒന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇതായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് പച്ചമുളകായിരുന്നു ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കാന്താരി ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ ബാച്ച് നാരങ്ങ വെളുത്തുള്ളി കാന്താരിയാണ് കേട്ടോ. നല്ല കാന്താരിയുടെ ഒരു ടേസ്റ്റ് പ്രത്യേകമാണ്. അത് ഇട്ട് കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് അറിയില്ല. കാരണം നമ്മൾ ഇട്ട് കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ കാന്താരിയൊക്കെ ഈ കഷ്ണങ്ങളിനകത്ത് പിടിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതിപ്പം കാണുമ്പോൾ വിചാരിക്കും അയ്യോ വെള്ളം പോലെ ഇരിക്കുന്നല്ലോ, ഇന്റർനാഷണലിൽ ചെയ്താൽ ലീക്കാവത്തില്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ അത് നല്ല കൊഴുത്ത അച്ചാറാവും കേട്ടോ. ഒട്ടും ലിക്വിഡ് കാണത്തില്ല. അതേക്കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ കാന്താരിയുടെ 3 ഐറ്റം ഉണ്ട്. കാന്താരി മാത്രമായിട്ടുണ്ട്, വെളുത്തുള്ളി കാന്താരിയുണ്ട്, നാരങ്ങ വെളുത്തുള്ളി കാന്താരിയുണ്ട്. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ആദ്യം കാണുമ്പോൾ ചക്ക വരട്ടിയതാന്ന് വിചാരിക്കും. പക്ഷെ ചക്ക വരട്ടിയതല്ല, ഏത്തക്കായ, നമ്മുടെ ബനാന നല്ല പഴുത്തത് വരട്ടിയതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഇരിക്കുന്നു കേട്ടോ. എനിക്കിതേ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ചക്ക വരട്ടുന്നുണ്ടല്ലോ, അപ്പൊ അതേ രീതിയിലൊന്ന് വരട്ടിയതാണ്. സംഭവം സക്സസ് ആണ് കേട്ടോ. പിന്നെ എന്താണ്, നല്ല മെനക്കേടാണ്. ഏകദേശം 3-4 മണിക്കൂർ കൈയെടുക്കാതെ നമ്മുടെ ചക്ക വരട്ടുന്നത് കണക്ക് തന്നെ വരട്ടിക്കൊണ്ടിരിക്കണം. പൊട്ടിത്തെറിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മണിക്കൂറുകൾ ഇട്ട് വരട്ടിയെങ്കിൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതും നാളുകളോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോ ഇതിന്റെ പായസമോ പ്രഥമനോ, ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജാമായിട്ട് യൂസ് ചെയ്യാം. ദോശക്കകത്തോ ചപ്പാത്തിക്കകത്തോ ബ്രെഡിലോ ഒക്കെ. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇലയുടെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വെറുതെ കഴിക്കാനായാലും നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ജാമൊക്കെ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. വിശ്വസിച്ച് ധൈര്യമായിട്ട് കൊടുക്കാം. ഞാനിതിൽ നട്ട്സ് ഇട്ടിട്ടില്ല. എനിക്ക് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പല കുഞ്ഞുങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങുന്നുവെങ്കിൽ നട്ട്സ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലോ എന്ന് കരുതിയാണ് ഞാൻ ഇടാഞ്ഞത്. നമ്മുടെ ഇനി വരാൻ പോകുന്ന നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണിത്. ഞാൻ ഇത് ആദ്യം തന്നെ എല്ലാം കാണിക്കുന്നത് കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റാറ്റസ് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ഇത് ഒരുമിച്ചങ്ങ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇതാണ് നമ്മുടെ തേൻ വെളുത്തുള്ളി. വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ വെച്ച് തന്നെ ഞാൻ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാനും നമ്മുടെ ഹെൽത്ത് ഒക്കെ ആവാനും നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനും എല്ലാത്തിനും നല്ലൊരു സംഭവമാണ്. ഒത്തിരി കഴിക്കരുത്. 1 വെളുത്തുള്ളി അല്ലെ 2 വെളുത്തുള്ളി ഇത്തിരി തേനൂടെ രാവിലെ എണീക്കുന്ന ഉടനെ കഴിക്കുക. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടേ ബാക്കി ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ കുടിക്കാവൂ.
അപ്പം ഇതുപോലെ വെളുത്തുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഒട്ടും നനവും പാടില്ല, ഭയങ്കര സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇത്തിരിയെങ്കിലും നനവോ അല്ലെങ്കിൽ എന്തേലും ഇത് മാറിപ്പോയാല് ഇത് പൂത്തുപോവും, അതിന്റെ ടേസ്റ്റ് മാറിപ്പോവും, പുളിച്ചു പോവും. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിനകത്ത് ആവശ്യത്തിന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തേൻ ഒഴിച്ചിട്ട് അടച്ചു വെക്കുക. ഞങ്ങൾ ഇവിടെ നിന്നും സെയിൽ ചെയ്യുന്ന ഒറിജിനൽ വൻതേനാണ് ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത്. നിങ്ങളിത് വീട്ടിൽ ചെയ്യുന്നുവെങ്കിൽ തേൻ ഒറിജിനൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണത്തിന് പകരം അത് ദോഷം ചെയ്യും. ഒരു മാസമൊക്കെ ആവാറാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ആ വെളുത്തുള്ളിക്കകത്ത് തേൻ പിടിച്ചിരിക്കും. ഞാൻ ഒരു ബാച്ച് ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ളതാണ് കുഞ്ഞു ബോട്ടില്, അത് കഴിഞ്ഞിട്ട് വലിയ ബോട്ടിലിൽ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇതൊരു സ്റ്റാറ്റസ് ഒന്നും ഇട്ടില്ല. ആ കൊച്ചു ബോട്ടിലില് എനിക്ക് അല്ലാതെ ഓർഡർ വന്നപ്പോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പലരും ഓർഡർ ചെയ്ത് അത് തീർന്നു കേട്ടോ. ഇനിയിപ്പോ ഇത് റെഡിയായി വരുന്നു. അപ്പം വൈകിട്ട് ഇവിടെ പാക്കിംഗ് നടക്കുന്നു. ഞാനും ചെന്നിട്ടുണ്ട് അഡ്രസ്സൊക്കെ എഴുതാനായിട്ട്. കൂവപ്പൊടിയും പംകിൻ സീഡും പല സാധനങ്ങളും. ഇപ്പൊ ഈ തണുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ എന്റെ കയ്യിൽ നിന്ന് പോകുന്ന ഈ ഒരു സംഭവം കൂടിയാണ് കേട്ടോ. സ്ട്രോബെറിയുടെ ബോഡി ബട്ടർ ക്രീം. എത്ര ഡ്രൈ സ്കിൻ ആണെങ്കിലും നന്നായിട്ട് മോയിസ്ചർ ആകാൻ പറ്റിയ ഒരു ക്രീമാണിത്. കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ. ഒരു ഇച്ചിരി വിട്ടാൽ മതി, അത്രയ്ക്ക് മോയിസ്ചർ ആകുന്ന ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 4 വർഷമായിട്ട് സ്ഥിരം എന്റെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സ്ഥിരം പോകുന്നതാണ് നമ്മുടെ വൂണ്ട് ഹീലിംഗ്. ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. എത്ര പൊള്ളലോ, പൊള്ളി കുടുന്ന തിളച്ച വെള്ളം വീണാലും തിളച്ച എണ്ണ വീണാലും ഇതൊന്ന് പുരട്ടിയാൽ മതി, ഒരു കുഴപ്പമില്ല, വേദനയും മാറും, പൊള്ളിയ പാടുപോലും കാണത്തില്ല. വൂണ്ട് ഹീലിംഗ് ക്രീം ധാരാളം പേര് എന്റെ കയ്യിൽ നിന്ന് ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ്. ഈ ഓർഡറിനകത്ത് ബദാമുണ്ട്, ബോർമപ്പരിപ്പുണ്ട്, അച്ചാറുകളുണ്ട്. ഓരോന്നോരോന്ന് ജോസാൻ എടുത്ത് വെക്കുന്നു. അപ്പോ പാക്കിങ്ങിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. കൂവപ്പൊടി, അതുപോലെ എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പുട്ടുപൊടികളുണ്ട്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മിക്സ് മുളക് പൊടി, പിരിയൻ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, സാമ്പാർ മസാല, പനയിൽ നിന്ന് കൊടുക്കുന്ന പഞ്ചസാര, പാം ഷുഗർ, ശർക്കരപ്പൊടി, ചെറുതേൻ, വൻതേൻ, അതെല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ സാധനങ്ങളും നിങ്ങൾക്കറിയാലോ, ചിപ്സ് ഓർഡർ തരുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ജോസൻ കളിയാക്കുമായിരുന്നു കേട്ടോ. ഏറ്റവും വലിയ പാഴ്സൽ എന്ന് പറഞ്ഞിട്ട് അത് കസ്തൂരി മഞ്ഞളിന്റെ ഒരു ബോട്ടിലാണ് 50 ഗ്രാം. അതാണ് കുഞ്ഞു കസ്തൂരി മഞ്ഞൾ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. നിങ്ങൾ മേടിച്ചവരൊക്കെ മുഖത്തൊക്കെ ഇട്ടു എങ്കിൽ അതിന്റെ റിസൾട്ട് കൂടെ ഒക്കെ എന്റെ അടുത്ത് പറയണം കേട്ടോ. ഞാൻ ഇതുവരെ ഒന്ന് ഇടണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇതുവരെ ഞാനത് യൂസ് ചെയ്തില്ല. ജോസാൻ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും, എടുത്തു വെച്ചിട്ടുണ്ട്, നിനക്ക് യൂസ് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നാമത് മടി, എന്റെ മുഖത്ത് ഞാനൊരു പൗഡർ പോലും ഇടാറില്ല. അതിന്റെ കൂടെ ഇത് ചെയ്യാനുള്ള സമയവും കിട്ടാറില്ല. സമയം എന്തായി? എത്ര മണിയായി? 10 മറി. 10 മറി. എവിടെ മറിയണം? എവിടെ മറിയണം? ജോസന്റെ ബ്രദറും ഫാമിലിയും ഒക്കെ സൗദിയിൽ നിന്ന് വന്നത് ഞാൻ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് അവരുമായിട്ടൊക്കെ പുറത്തു പോയ വ്ളോഗൊക്കെ ഞാൻ ഇട്ടിരുന്നു. അങ്ങനെ അവര് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ കൊട്ടിയം ലുലു ഡെയിലിയില് ഒന്ന് പോയിരുന്നു കേട്ടോ. അപ്പം എല്ലാം വെറുതെ ഒന്ന് കാണാനും ഒരു യാത്രയാവട്ടെ അങ്ങനെയുള്ള രീതിയിൽ പോയതാണ്. അവര് തിരിച്ചു പോയി അവിടെ ജോലിക്കും കയറി. കഴിഞ്ഞ ആരുടെയും ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് ജോലിക്കും കയറി, എന്റെ വ്ളോഗ് ഇതുവരെ ഞാൻ എഡിറ്റ് പോലും ചെയ്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അവരിവിടുന്ന് പോകുമ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്, എന്നിനി എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറെ പേര് എനിക്ക് വാട്സപ്പില് മെസ്സേജ് ഇട്ടും ചോദിച്ചായിരുന്നു കേട്ടോ, അവര് പോയോ, എന്തുണ്ട് വിശേഷം. പിന്നെ ചിലര് എന്റെ അടുത്ത് പറയുന്നുണ്ട്, വെറുതെ എങ്കിലും ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ഒന്ന് വ്ളോഗ് ഇട്ടൂടെ, ഞങ്ങൾക്ക് കാണണ്ടേന്ന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും വ്ളോഗ് ഇടാത്തതിന് എന്നെ വഴക്ക് പറയുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു, കൂടുതലൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് അല്ലെ ഒരു 10 മിനിറ്റ് ആ പൂച്ചകളെയും
തെങ്ങും മാവും പ്ലാവും റബ്ബറും ഒക്കെ ഒന്ന് കാണിച്ചാലും മതി. ഞങ്ങൾക്ക് അതും ഒരു സന്തോഷമാണ്. കൂടുതൽ കേരളത്തിന് പുറത്തുള്ളവർക്കാണ് കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടം. ഞാനും ജോസാൻ കളിയാക്കുന്നതാണ്, ഞങ്ങൾ ഒരുമിച്ച് ഈ ഡ്രസ്സ് ഇടുമ്പോൾ വാ നമുക്ക് സ്കൂളിൽ പോകാം, യൂണിഫോം ആണ് പറഞ്ഞിട്ട്. അയ്യോ, ഞങ്ങൾ ജോസാൻ അങ്ങനൊന്നും അല്ല. ഇപ്പം എല്ലാ പൊതുവെ ധാരാളം പേര് ഇങ്ങനെ ഡ്രസ് കോഡായിട്ട് ഇടുന്നുണ്ട്. പക്ഷെ ജോസാൻ നാണക്കേടാണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാനായിട്ട്. ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കയറിയാലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ സമയം പോകുന്നത് അറിയത്തില്ല. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഓടിപ്പോവാണ്. എങ്ങനെയാണോ എന്തോ ഇത്രയും സമയം പോകുന്നത്. അപ്പൊ ലീവൊക്കെ കഴിഞ്ഞ് അവര് തിരിച്ചു പോകുവാണ് കേട്ടോ. തിരുവനന്തപുരത്തു നിന്നായിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ ഇപ്രാവശ്യം എന്താണത്ര ഇതിലെ ഓസ്റ്റിൻ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാല് 2 ദിവസം മുമ്പേ തുടങ്ങി. കൂടുതലും ഞങ്ങളുടെ കൂടെ ഒക്കെ ആയിരുന്നല്ലോ. എന്നെയൊക്കെ കൂടുതൽ ജോസാന്റെ അടുത്താണ് കേട്ടോ. വല്യപ്പ എന്തിനും വല്യപ്പ. അപ്പൊ കിടക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ 3 പേരും കൂടി ഒരു ബെഡിലാണ് കിടക്കുന്നത്. അപ്പം കൊച്ചു വർത്താനവും പറഞ്ഞ് ഞാൻ ഇച്ചിരി പേടിപ്പിക്കും. കാരണം എപ്പോഴും മൊബൈൽ കാണാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷേ കൂടുതൽ സമയം ജോസാന്റെ കൂടെ കടയിലും, ജോസാൻ പുറത്തു പോകണ ജോസാന്റെ കൂടെ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാല് ജോസാൻ കുറെ പിടിച്ചു നിന്നു. പക്ഷെ എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്ക് 2 പേരുടെ പൊട്ടിക്കരച്ചില്. അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ട്രോളി എടുത്തോണ്ട് വരും. നിങ്ങൾ പെട്ടെന്ന് കേറിക്കണം കേട്ടോ. സമയം ഞാൻ ട്രോളി ഇവിടെ തന്നെ ഉണ്ട്. ഇളയാൾക്ക് പിന്നെ ഒന്നും അറിയത്തില്ല, കുഞ്ഞാണല്ലോ. അത് മാത്രമല്ല, അവനങ്ങ് പോയാൽ മതി. അവന്റെ കൂട്ടുകാരൊക്കെ അവിടാണ് ഇഷ്ടം. കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട്. ഇവിടെ അവന് കൂട്ടുകാരും ഇല്ല. പക്ഷെ ഓസ്റ്റിൻ അങ്ങനല്ല. അവൻ എല്ലായിടത്തും പോവാം. കൂടുതൽ സമയം ഇവിടെ ആയിരുന്നു, ഞങ്ങളോടൊപ്പം ആയിരുന്നു. അതുകൊണ്ടൊക്കെ അവനിവിടെ വിട്ടുപോകാൻ ഒരു വിഷമം. ഇങ്ങനെ ഏങ്ങലടിക്കാതെ. ഓക്കെ, അവനെ അതിനകത്ത് തള്ളിക്കൊണ്ട്. അപ്പൊ എന്തായാലും അവര് പോയി. അവരവിടെ ജോലിക്കും കയറി. അപ്പൊ അവസാനം അവന്റെ കരച്ചിൽ നിർത്താനായിട്ട് ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്. അപ്പൊ ഷിഞ്ചുവും ഞങ്ങളും എല്ലാരും കൂടെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്ക് അടുത്ത വർഷം പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വല്യപ്പായും വല്യമ്മയും ഇങ്ങോട്ട് വരും, സൗദിക്ക് വരും, നമ്മളെ കാണാൻ വെക്കേഷൻ ടൈമിൽ വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് വിട്ടത്. അത് കൊച്ചത് കേട്ടത് അവിടെ അടുത്തുള്ള വീടുകളിലെല്ലാം ചെന്ന് പറഞ്ഞു, വല്യപ്പായും വല്യമ്മയും അടുത്ത മാസം വരും, ഞങ്ങളുടെ അടുത്ത് വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാ വീട്ടിലും പോയി. അവൻ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെ. അപ്പം ജോസാൻ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള ഒരു ഇമോഷൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ജോസാന്റെ. അപ്പൊ പോയ വഴി നല്ല വിശപ്പുണ്ടായിരുന്നു. ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ കഴിക്കാനായിട്ട്. ഇത്രയും നല്ല മസാല ദോശ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ആ ചട്നി എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെ പ്യുവറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യുന്നു അതേ രീതിയിൽ കേട്ടോ. അതിന്റെ പേരാണ്, ഹോട്ടലിന്റെ പേരാണ്, തമിഴാണ്. അപ്പം ഇത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായി കാണുമല്ലോ ആരാണെന്ന്. എന്റെ പഴയ വ്ലോഗ് കണ്ടവർക്കൊക്കെ അറിയാം. ജോസാന്റെ അമ്മാച്ചന്റെ മോൻ റിജോ ഓസ്ട്രേലിയയില്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ റിജോയുടെ കാര്യം, വിശേഷങ്ങള്. അപ്പം റിജോയ്ക്ക് ഒരു മോനൂടുണ്ടായി. ഓസ്ട്രേലിയ വെച്ചാണ് ഉണ്ടായത്. റിജോയുടെ വൈഫാണ്. മറ്റേത് ഞാൻ റിജോയുടെ വൈഫിനെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്, വിൻസിയെ. ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഇവിടെ ഹായ് പറഞ്ഞേ. ലൈറ്റ് ഇടുന്ന ഇഷ്ടം. ആന്റിക്ക് ഹായ് പറഞ്ഞേ. അവന് സ്വിച്ചിനകത്തായിരിക്കും.
കൊച്ചുങ്ങൾ എന്ത് ലിവിയല്ലേ? അവര് ആ ഷോപ്പിനകത്ത് അവര് അവിടെ കച്ചവടം നടത്തുക. അവരെ കൊണ്ട് വിളിക്കണേ. അത് ശരി. അവര് വിൽക്കുവാ കടയില്. ലിബിയലിസ ഇങ്ങോട്ടൊന്ന് വന്നേ. ലിബിയലിസ ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പൊ റിജോയുടെ 2 പെൺകുഞ്ഞുങ്ങള് പണ്ട് എന്റെ വ്ളോഗ് കണ്ടവർക്ക് അറിയായിരിക്കും ലിവിയയും എലീസയും. പക്ഷെ ഫേസ് മൊത്തത്തിൽ മാറിപ്പോയി. ലിവിയെ കണ്ടാൽ തിരിച്ചറിയത്തോലും ഇല്ല. എലീസയെ പിന്നെ ഇച്ചിരിയെങ്കിലും മനസ്സിലാവും. ആ പഴയ ഫേസേ അല്ല. അതല്ല വിറ്റ് ആ വീഡിയോ മറ്റേ ബറീറ്റോ ഉണ്ടാക്കിയ വീഡിയോ ഉണ്ടല്ലോ, ആ അതിരുന്ന് കണ്ടിട്ട് ഡാഡി എനിക്ക് അങ്ങനെ ഒരു ബറീറ്റോ വേണം. അവിടെ നമ്മള് അവിടെ വലിയ ചരിത്രം പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു ബറീറ്റോ ഭയങ്കര ചരിത്രം പറഞ്ഞത് ബറീറ്റോ. അതല്ലേ, നല്ല സന്തോഷമുള്ള സമയങ്ങൾ കുറെ ഉണ്ടായിരുന്നു. ഇപ്പാണ് മൊത്തത്തിൽ ആ ആന്ന് ചോദിച്ചായിരുന്നു. മമ്മിയെ കമന്റ് ഒക്കെ വായിക്കുമായിരുന്നോ? ഞാൻ പറഞ്ഞു തന്നു. ചേച്ചി പറഞ്ഞു കൊടുത്തു. എനിക്ക് വേറെ പണിയില്ലായിരുന്നു. ഞാൻ കഴിയിട്ട് നമുക്ക് ചെയ്യാം ഒരു ദിവസം വേണമെങ്കിൽ. അല്ലെങ്കിൽ എന്നാ പറ. നിങ്ങളുടെ അവിടെ ചെയ്യാം. ആണോ? അവിടെ ചെയ്യാം. ഓ, അവിടെ ചെയ്യുന്നതിനേക്കാൾ ഇവിടെ ചെയ്യാം. ഗ്രില്ല് ചെയ്യാൻ. മീൻ ഗ്രില്ല് ചെയ്യാൻ. പണ്ട് ഇവിടെ ഇപ്പം ഇവിടെ സ്ഥലമില്ലാതെ ഇവിടെ മൊത്തം ടൈലായി. അതുണ്ട്. കൊറേല് എവിടെ അയ്യത്ത് ചെയ്യാന്നോ? അല്ല, നമ്മുടെ കിണറിന്റെ അവിടെ ചെയ്യാം. ആ ഇതുണ്ട്. ചെയ്യാം. ഇവിടെ സെറ്റ് ആയിരുന്നു. എത്ര 3-4 ചെയ്തു ബിനു വന്നപ്പോ. ബിനു വന്നപ്പോ ആദ്യം നിങ്ങൾ പോവാനുള്ളിടത്തൊക്കെ പോയി ഒന്ന് ആ അപ്പോഴത്തേക്ക് ഞാനും എന്റേത് ഒന്ന് സെറ്റാക്കാം. അപ്പൊ അവര് പോകുന്നതിന് മുമ്പ് ഗ്രില്ല് ചെയ്യാനുള്ള ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത്. നിങ്ങളിപ്പോ വിചാരിക്കുമായിരിക്കും അടുത്ത വ്ളോഗ് അതായിരിക്കുമെന്ന്. ചീറ്റിപ്പോയി. ഒന്നും നടന്നില്ല. കാരണം സമയം കിട്ടിയില്ല. വളരെ ചുരുക്കം ദിവസങ്ങളെ അവരുള്ളായിരുന്നു. അവസാന ദിവസമാണ് അവര് ഷോപ്പിംഗ് പോലും ചെയ്തത്. അതിന് പോലും സമയം കിട്ടിയില്ല. അപ്പൊ റിജോയും ബിൻസിയും പറയുമായിരുന്നു, നിങ്ങൾക്ക് അങ്ങ് ഓസ്ട്രേലിയയിലും ഫാൻസ് ഉണ്ട്. റിജോയുടെ അടുത്ത് ആരോ കണ്ടിട്ടുണ്ടല്ലോ, ബെൻസിയുടെ റിലേഷനിലല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ ബിൻസിയുടെ അടുത്തും കൊച്ചുങ്ങളെ കണ്ടിട്ട് അയ്യോ കണ്ടിട്ടുണ്ടല്ലോ ബെൻസിയുടെ റിലേഷൻ അല്ലേ എന്ന് ചോദിച്ച് പലരും തിരക്കാറുണ്ടെന്ന്. ബൈ പറ. പോവാന്നോ? ബൈ പറ ആദിക്ക്. അയ്യോ ടാറ്റ. ആ ഓടിച്ചോ. ഫ്ലൈങ് കിസ് കൊടുത്തേ. എനിക്ക് വണ്ടി ഇടും. അയ്യോ അയ്യോ ഇനി നിക്കത്തില്ല, ഇനി ഓടുവാ. അവരത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അമ്മാച്ചന് 2 മക്കളാണ്, റിജോയും റിനിയും. റിനിയാണ് ഇളയത്. അപ്പൊ റിനിക്ക് ഇപ്പൊ ഒരു മോളുണ്ടായി കേട്ടോ. മോളാണിത്. പൊങ്ങിയപ്പോ ഈ അമ്മ വലിച്ചെടുത്ത കുഞ്ഞിനെ ഈ അമ്മ കൊള്ളത്തില്ല. കുഞ്ഞിനെ വാങ്ങാൻ സമ്മതിച്ചില്ല. റിനി താണ്ടേ. അങ്ങനെ കുറെ നേരം ഇരുന്ന ശേഷം അവരും യാത്രയായി. റിജോ ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുമ്പ് മിക്കവാറും ദിവസങ്ങളിൽ എന്നും വൈകിട്ട് മക്കളെയും കൊണ്ട് ഇവിടെ വരുമായിരുന്നു കേട്ടോ. അന്ന് എലിസയും ലിവിയും മാത്രമേ ഉള്ളല്ലോ. ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ ആയിരുന്നു സമയം കൂടുതലും ചെലവഴിച്ചിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം വന്നു. അവർക്ക് അധികം ദിവസങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലായിടും ഒക്കെ ഒന്ന് കറങ്ങി. അത് കഴിഞ്ഞിട്ട് മൺട്രോത്തുരുത്ത് ഒന്നുകൂടെ പോകാം, നമ്മുടെ സമയം ചോദിച്ചു, നിങ്ങൾക്ക് വരാൻ പറ്റുമോ, അതനുസരിച്ച് പ്ലാൻ ചെയ്യാന്നൊക്കെ. അവിടെയും പോയില്ല, അവരും പോയില്ല, ഞങ്ങളും പോയില്ല. എല്ലാം കൊണ്ടും എന്താണ് പല ആഗ്രഹങ്ങളോടാണല്ലോ വരുന്നത്. ഒന്നും നടക്കാറൊന്നുമില്ല. അപ്പം ബന്ധുക്കളായിട്ടും സ്വന്തക്കാരായിട്ടും സഹോദരങ്ങളായിട്ടും എല്ലാരും വിദേശത്തൊക്കെ ഉള്ളവര് വരുന്നു പോകുന്നു. ഞങ്ങള് സ്ഥിരം ഇവിടെ നാട്ടിലുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്കും തോന്നും ഇതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോണോന്നൊക്കെ ചിന്തിക്കും കേട്ടോ. ചിലപ്പോഴത്തെ ചിന്തകളാണ് അതൊക്കെ. പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ അല്ല, അതെനിക്കും അറിയാം. പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലല്ലേ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റത്തുള്ളൂ. കാരണം പലരും പറയുന്നതാണ് കേട്ടോ, ഇതും അച്ചാറുകളും എല്ലാം മമ്മിയാണ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ മമ്മിക്ക് തീരെ വയ്യാതായി. ഞങ്ങൾക്ക് പക്ഷേ ടെൻഷൻ ഇല്ല, ബെൻസി ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു സഹോദരിയെ പോലെ എല്ലാം ചെയ്തു തരാനും. ആ പാക്കറ്റ് വരുമ്പോ അഴിക്കുമ്പോ ആ ഒരു സ്നേഹം മനസ്സിലാവും. അത്ര കരുതലോടെയാണ് അതിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എപ്പോഴും എന്റെ സ്നേഹവും കരുതലും എല്ലാം ഉണ്ട് ഇവിടെ നയിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തില്. ഇപ്പോ അച്ചാർ ബിസിനസ് ചെയ്യുന്ന ധാരാളം പേരുണ്ടെങ്കിലും എനിക്ക് ഓരോ ഓർഡർ തരുന്നതും എന്നിലുള്ള വിശ്വാസം കൊണ്ടാണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. ഉടനെ അടുത്ത വീഡിയോയുമായി വരുമെന്ന പ്രതീക്ഷയോടെ ബൈ, ഗോഡ് ബ്ലസ് യു.